5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. +2 പരീക്ഷയിലെ ഉന്നത വിജയികൾക്ക് എഡ്യൂക്കേഷൻ ഫോർ എക്സലൻസ് അവാർഡ് നൽകി പട്ടാമ്പി ACV ന്യൂസിന്റെ ആദരം. മേലെ പട്ടാമ്പി ലിമന്റ് കോളേജിൽ വെച്ചായിരുന്നു അനുമോദനം ഒരുക്കിയത്. മുഹമ്മദ് മൂസൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ACV ന്യൂസും പട്ടാമ്പി ലിമൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും സംയുക്തമായാണ് പട്ടാമ്പി താലൂക്കിൽ നിന്നും +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് ആദരം നൽകിയത്. മേലെ പട്ടാമ്പി ലിമൻ കോളേജിൽ വെച്ചായിരുന്നു ആദര ചടങ്ങ് ഒരുക്കിയത്. മുഹമ്മദ് മൂസിൻ MLA എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയികളെ പ്രോത്സാഹിപ്പിക്കുവാൻ ACV ന്യൂസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്നും വാർത്താ റിപ്പോർട്ടിങ്ങിനപ്പുറം ACV ന്യൂസ് നടത്തുന്ന ഇത്തരം പരിപാടികൾ പ്രശംസനീയമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മൂസിൻ MLA സൂചിപ്പിച്ചു. നിരന്തരമായി കുട്ടികളെ അവരുടെ കഴിവുകൾ അഭിനന്ദിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. നിരന്തരമായി ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കുട്ടികളുടെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ സക്സസിന് വേണ്ടി ACVക്ക് ചെയ്യാൻ കഴിയട്ടെ. ഒരു ചാനൽ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ന്യൂസ് റിപ്പോർട്ടിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുള്ള പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ACVക്ക് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി ജീവിതത്തിൽ എല്ലാവിധ സക്സസും ഉണ്ടാവട്ടെ എന്നും ടെൻഷൻ അടിക്കാതെ ഒരു ചോയ്സ് എന്താണോ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ജീവിതം ഒരു 40 വർഷം ഒരേപോലെ ജീവിക്കാനല്ല, ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മളെ തന്നെ റെഡിയാക്കി നിർത്തുമ്പോൾ ഫുട്ബോളിൻ്റെ ഒക്കെ ഒരു സമയമാണ്, ലോകകപ്പിൻ്റെ ഒക്കെ അല്ലേ, എന്ത് ആയാലും ഗോളടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എന്ത് പ്രതിസന്ധിയിലും. അതേപോലെ ഇനി നമ്മുടെ ജീവിതത്തിന്റെ സക്സസിന് വേണ്ടി എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറെടുപ്പ് നടത്തി നമുക്ക് നമ്മളെ തന്നെ എക്വിപ്പ് ചെയ്തു വെക്കാനാണ് ഈ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞാൽ. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണജിക്കുള്ള അവാർഡ് നൽകിക്കൊണ്ടായിരുന്നു തുടക്കം. കൃഷ്ണജിയുടെ മാതാവ് അവാർഡ് ഏറ്റുവാങ്ങി. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി മുഖ്യാതിഥിയായി. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും ഉയർന്നു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്താണ്. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് കടന്നു ചെന്നാലും അവിടെ മലയാളിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ വിദ്യാർത്ഥിനികൾ വലിയ നിലവാരം പുലർത്തുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പം ഇന്ന് സമ്മാനം വാങ്ങുന്ന 10 ആളെ വിളിച്ചു കഴിഞ്ഞാൽ 8 പെൺകുട്ടികളാണ്. ഇപ്പോൾ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ NAC പരിശോധനയിൽ A+ നേടിയിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ലിമൻ്റ് കോളേജൊക്കെ. അപ്പോൾ അതിലൊക്കെ ബഹുഭൂരിഭാഗം പഠിക്കുന്നതും പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾക്ക് തന്നെ വിവിധ തലങ്ങളിലുള്ള സ്കോളർഷിപ്പ് വാങ്ങുന്നവരാണ്. ലിമൻ കോളേജ് പ്രിൻസിപ്പൽ ഷെബീർ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി CI ജിനേഷ്, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഹസ്ന അനീഫ, ACV ന്യൂസ് പ്രൊഡ്യൂസർ NK റാസി, നഗരസഭാ കൗൺസിലർമാരായ P ഗിരിജ, ലതാകുമാരി, ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് പട്ടാമ്പി, ജേർണലിസം അധ്യാപകൻ KR ബൈജു, ലിമൻ കോളേജ് ജോയിന്റ് സെക്രട്ടറി ഫിറോസ് അഡോൺ, വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ CT മുഹമ്മദ് കുട്ടി, പട്ടാമ്പി സേവന ഹോസ്പിറ്റൽ MD അബ്ദുൽ ഖാദർ, കുൽക്കല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആംഗലേയ ഭാഷ പഠിക്കുന്നത് നല്ലതാണ്, പഠിക്കേണ്ടെന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ അറിവിൻ്റെ കൂടെ തിരിച്ചറിവ്. കാരണം സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് മക്കളും രക്ഷിതാക്കളും എല്ലാവരും ജീവിച്ചും കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പോവുകയാണെങ്കിൽ അമല ഹോസ്പിറ്റലിൻ്റെ ക്യാൻസർ പേഷ്യൻ്റ് കിടക്കുന്ന വാർഡൊന്ന് കാണിച്ചു കൊടുക്കുക. തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ RCC ഹോസ്പിറ്റലൊന്ന് കാണിച്ചു കൊടുക്കുക. കോഴിക്കോട് പോവുകയാണെങ്കിൽ MER ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്താണ് ജീവിതം എന്നുള്ളത് നമ്മളെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അറിവിൻ്റെ കൂടെ തിരിച്ചറിവ് പഠിപ്പിക്കുന്ന പഴയ കാലത്ത്, അതായത്
ക്രിസ്തുവിനും 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അന്ന് ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനെ ഋഷി എന്നും പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയെ ഋഷിക എന്നുമാണ് വിളിച്ചിരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓരോ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മൾ എത്രത്തോളം നമ്മുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അവസരങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ജീവിത വിജയങ്ങൾ. ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾ നെസ്ലിൻ അഭിനയിച്ച ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഏറെ പേരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അദ്ദേഹം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഹൊറർ സിനിമയുടെ സംവിധായകനാകണം എന്ന പാഷനോടുകൂടി ആ സിനിമയിലെ വിനീത് എന്ന ക്യാരക്ടറെ അവതരിപ്പിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് ആ ഫിലിം കണ്ട കുട്ടികളായ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും അദ്ദേഹം എത്ര കണ്ട് പാഷനേറ്റ് ആയിട്ടാണ് അതിൽ പോകുന്നത്.